നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃശ്ശൂർ പൂരം ക്ഷേത്രങ്ങളിലൂടെ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. പുരാതനമായ ഒരു ക്ഷേത്രമാണ് നൈതലക്കാവ് ക്ഷേത്രം. ശിവനാണ് ഇവിടുത്തെ പ്രധാന മൂർത്തിയെങ്കിലും നൈതലക്കാവിലമ്മയാണ് തൃശ്ശൂർ പൂരത്തിലെ പങ്കാളി. തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങൾ കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ പൂരത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ദേവിയാണ് നൈതലക്കാവിലമ്മ. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന് വിളംബരം കുറിച്ചുകൊണ്ട് തെക്കേ ഗോപുരനട തുറന്നിടുക എന്നതാണ് ദേവിയുടെ ചടങ്ങ്. തൃശ്ശൂർ പൂരത്തിൽ പ്രധാന പങ്കാളികളായ പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് നൈതലക്കാവ് ഭഗവതി ക്ഷേത്രം. പൂരങ്ങളുടെ പൂരത്തിന് തുടക്കം കുറിക്കാൻ കൊച്ചി രാജാവ് ചുമതല നൽകിയിട്ടുള്ള ദേവിയാണ് നൈതലക്കാവിലമ്മ. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ വടക്കുമാറി കുറ്റൂർ എന്ന പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ പൂരത്തിന് പങ്കെടുക്കുന്നത് ഭഗവതിയാണെങ്കിലും ഇവിടുത്തെ പ്രധാന മൂർത്തി ശിവനാണ്. എങ്കിലും ഉപദേവതയായ ദേവിക്ക് കൂടുതൽ പ്രാധാന്യം നൽകി വരുന്നു. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്ന ദേവിയാണ് നൈതലക്കാവ് ഭഗവതി. ശക്തി സ്വരൂപിണിയും ഭക്തവത്സലയും ഇഷ്ടവര പ്രദായിനിയുമായി വനദുർഗ സ്വരൂപത്തിലുള്ള ദേവിയാണ് ഇവിടുത്തെ സാന്നിധ്യം. കാര്യസാധ്യം, മംഗലവിഘ്ന നിവാരണം, സന്താന സൗഭാഗ്യം, ശത്രുദോഷ നിവാരണം, രോഗശാന്തി എന്നിവയ്ക്കെല്ലാം ദേവി വരമരുളുന്നു. നെയ് നിറച്ച താലത്തിൽ ഇരുന്നതുകൊണ്ടാണ് ഈ ദേവിക്ക് നൈതലക്കാവിലമ്മ എന്ന് പേര് ലഭിച്ചതെന്ന് പറയപ്പെടുന്നു. കുറ്റൂർ, പാമ്പൂർ, ആട്ടൂർ എന്നീ പ്രദേശങ്ങൾ കൂടിച്ചേർന്ന തട്ടകത്തിൻ്റെ അതിദേവതയാണ് ഈ ദേവി. പ്രധാനമൂർത്തിയായ ശിവൻ നാലമ്പലത്തിനകത്ത് കിഴക്കോട്ട് ദർശനമായും ഭഗവതി പടിഞ്ഞാറോട്ട് ദർശനവുമായാണ് ഇരിക്കുന്നത്. ക്ഷേത്രദേവന്റെ പാദമായ ഗോപുരം കടന്ന് മതിലകത്തേക്ക് കടന്നാൽ ഇടതുവശത്തായി പടിഞ്ഞാറോട്ട് അഭിമുഖമായാണ് നൈതലക്കാവിലമ്മയുടെ ശ്രീകോവിൽ. അടുത്തയിടെയാണ് നൈതലക്കാവിലമ്മയുടെ ശ്രീകോവിലും ബലിക്കല്ലുകളും പിച്ചള പൊതിഞ്ഞത്. ഇടതുവശത്തായി മണ്ഡലകാലത്ത് കളംപാട്ട് നടത്തുന്ന പാട്ടുകൊട്ടിലുമുണ്ട്. നൈതലക്കാവിലമ്മയുടെ ശ്രീകോവിലിൽ മേൽക്കൂര ഇല്ലെന്നത് പ്രത്യേകതയാണ്. വെയിലും മഞ്ഞും മഴയും കൊള്ളുന്നതാണ് ഇവിടുത്തെ ദേവിക്ക് ഇഷ്ടം. അതിനാൽ വനദുർഗ സ്വരൂപത്തിലുള്ള ദേവിയാണ് നൈതലക്കാവിൽ സാന്നിധ്യം ചെയ്തിരിക്കുന്നത്. അരിമ്പൂർ മാറ്റാന്തേശത്തെ കുണ്ടിൽ നമ്പടിയുടെ മനക്കിൽ നിന്നാണ് പ്രധാന ദേവതയായ നൈതലക്കാവിലമ്മയുടെ ചൈതന്യം ഇവിടെ സാന്നിധ്യം ചെയ്തിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു. നൈതലക്കാവിലമ്മയെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെ: കുണ്ടിൽ നമ്പടി മനക്കിലെ കാരണവരുടെ ഉപാസനാമൂർത്തിയായിരുന്നു നൈതലക്കാവിലമ്മ. കാരണവർ ഇവിടെയുള്ള ശിവക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ അവസരത്തിൽ കുട പുറത്തു വെച്ച് കുളത്തിൽ കുളിക്കാൻ ഇറങ്ങി. കുളി കഴിഞ്ഞ് കുട എടുക്കുവാൻ നോക്കിയപ്പോൾ കുട അനങ്ങുന്നില്ല. കാരണവർ പ്രശ്നവിചാരം നടത്തിയപ്പോൾ കുടയിലൂടെ ദേവി ചൈതന്യം ഇവിടേക്ക് എഴുന്നള്ളിയതാണെന്നും ദേവിക്ക് ഇവിടെ ഇരിക്കാനാണ് താല്പര്യമെന്നും അറിഞ്ഞു. അതിനുശേഷമാണ് ഇവിടെ ദേവീക്ഷേത്രം പണി കഴിപ്പിച്ചത്. അതോടെ നൈതലക്കാവിലമ്മ ഇവിടുത്തെ പ്രധാന ദേവതയായി മാറി. കുണ്ടിൽ നമ്പടി മനക്കിലുമായുള്ള ബന്ധം നൈതലക്കാവ് ഭഗവതി ഇന്നും തുടരുന്നുണ്ട്. നാലമ്പലത്തിനുള്ളിൽ ഓടുമേഞ്ഞ വട്ടശ്രീകോവിലിലാണ് പരമശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശിവക്ഷേത്രത്തിന് മുന്നിലായി വലിയ ബലിക്കല്ലും ദീപസ്തംഭവുമുണ്ട്. അടുത്തിടെയായി ശിവക്ഷേത്രത്തിന് മുന്നിലെ ചുവരിൽ പാർവതിയോടും മക്കളായ സുബ്രഹ്മണ്യൻ, ഗണപതി എന്നിവരോടും സമേതനായ ശിവൻ, സരസ്വതി, പുലിപ്പുറത്ത് എഴുന്നള്ളുന്ന അയ്യപ്പൻ, ദേവി, വേട്ടയ്ക്കൊരുമകൻ എന്നീ മനോഹരമായ ശില്പങ്ങൾ തീർത്തിട്ടുണ്ട്. ഇവിടെ പൂർവികമായി ശിവക്ഷേത്രമായിരുന്നു. പിന്നീടാണ് പ്രധാന ദേവതയായ നൈതലക്കാവിലമ്മയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത്. 2 ക്ഷേത്രത്തിൻ്റെയും തന്ത്രിമാരും 2 മനക്കാരാണ്. ശിവക്ഷേത്രത്തിൻ്റെ തന്ത്രിസ്ഥാനം പുലിയന്നൂർ മനക്കാർക്കും ദേവീക്ഷേത്രത്തിലെ തന്ത്രിസ്ഥാനം പാലക്കാട്ടിരി മനക്കാർക്കുമാണ്. അതിപ്രധാനമായ നമ്മുടെ തൃശ്ശൂർ പൂരം ഈ മെയ് 5, 6 തീയതികളിൽ നമ്മളെല്ലാവരും കൊണ്ടാടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിപ്രധാന ചടങ്ങായിട്ടുള്ള തെക്കേ ഗോപുരനട തുറന്ന് പൂരം വിളംബരം നടത്തുന്നത് കുറ്റൂര് ശ്രീ നൈതലക്കാവ് ക്ഷേത്രത്തിന് എഴുന്നള്ളിപ്പ് പോയിട്ടാണ്. നൈതലക്കാവിലെ അമ്മ ഇവിടുന്ന് എഴുന്നള്ളി അവിടെ ചെന്ന്
നേരെ റൗണ്ടിലെത്തുന്നു. നായക്കനാലെത്തി നായക്കനാലിനെ റൗണ്ട് വലം വെച്ച് പാറമേക്കാവിൻ്റെ അവിടെ നിന്ന് കയറി നമ്മൾ അവിടെ ശ്രീമൂലസ്ഥാനത്ത് എത്തി നേരെ ഉള്ളിൽ പ്രവേശിച്ച് തെക്കേ ഗോപുരനട തുറന്ന് പൂരം വിളംബരം ചെയ്ത് നമ്മൾ വീണ്ടും ഈ വലം വെച്ച് വന്ന് വീണ്ടും ശ്രീമൂലസ്ഥാനത്ത് എത്തി അവിടെ നിലപാട് തറയിൽ വന്ന് ശംഖ് വിളിക്കുന്നതോട് കൂടിയിട്ടാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ പൂരവിളംബര ചടങ്ങ് ഔദ്യോഗികമായി നടക്കുക. അത് പണ്ടുകാലം മുതൽക്ക് തന്നെ നമുക്ക് ഈ കൊച്ചി രാജാവുമായി അടുത്ത ബന്ധം ഉള്ള നെയ്തലക്കാവിലെ അമ്മ എഴുന്നള്ളി അവിടെ എത്തുന്നതോട് കൂടിയിട്ടാണ് ഈ ചടങ്ങുകൾ പൂർണ്ണതയിലേക്ക് എത്തുക. തൃശ്ശൂർ പൂരത്തിനുള്ള അനുവാദം, വിളംബരം ചെയ്യാനുള്ള അനുവാദം കൊച്ചി രാജാവ് പണ്ട് മുതൽക്കേ കൊടുത്തിട്ടുള്ളതാണ്. ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന ചടങ്ങ് അത് കാലങ്ങളായിട്ട് നമ്മൾ ഈ പണ്ട് മുതലേ ചെറിയൊരു ചടങ്ങായിട്ട് നടന്നിരുന്ന ഒരു ചടങ്ങായിരുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരു 5, 8, 10 കൊല്ലത്തിനുള്ളിൽ ഇത് വളരെ പ്രാധാന്യം, അതായത് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒപ്പം തന്നെ നട തുറക്കലും ഗംഭീര ഒരു പരിപാടിയായി 3 ദിവസത്തെ ഒരു ചടങ്ങായിട്ട് പൂരം മാറാൻ ഈ നെയ്തലക്കാവിൽ നിന്നുള്ള ഈ എഴുന്നള്ളിപ്പ്, നട തുറക്കൽ അതിൽ പ്രധാന ഒരു ഘടകമായി മാറി. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ അന്നത്തെ പണ്ട് കാലത്തുള്ള ഇപ്പോഴുള്ള ക്ഷേത്രോപദേശ സമിതിയല്ല, ഇതിന് മുന്നുള്ള തുറന്നു വരുന്ന ക്ഷേത്രോപദേശ സമിതികളും നാട്ടുകാരും തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എന്ന ആനയെ, തല്ലെടുപ്പുള്ള ഗജവീരൻ ആനയെ ഈ ചടങ്ങിനെ ഉപയോഗപ്പെടുത്തി തെക്കേ ഗോപുര നട നടക്കുന്ന ചടങ്ങ് അതിവിപുലമായി കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വിപുലമായിട്ടുള്ള രീതിയിൽ ഈ ചടങ്ങ് മാറാൻ കാരണമായിട്ടുള്ളത്. ഇപ്പോൾ ഈ 2-3-4 കൊല്ലമായിട്ട് കൊച്ചി ദേവസ്വം ആനയായിട്ടുള്ള എറണാകുളം ശിവകുമാറാണ് നട തുറപ്പിന് പോകുന്നത്. അതും നല്ല ഒരു തലെടുപ്പുള്ള ആന തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ പരിപാടി നട തുറക്കലും അതോടൊപ്പം തന്നെ ഈ പൂരത്തിൻ്റെ എഴുന്നള്ളിപ്പും നമുക്കിവിടെ ഭംഗിയായിട്ട് ഒരേ അർത്ഥത്തിൽ തന്നെ കൊണ്ടുപോകാനും നല്ല രീതിയിൽ ഈ ചടങ്ങുകൾ, പൂരത്തിൻ്റെ എല്ലാ ചടങ്ങുകളും നമുക്ക് ആഘോഷിക്കാനും എല്ലാവർക്കും കൂടി ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടെ ആഘോഷിക്കുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. പൂരത്തിൻ്റെ അന്ന് സാധാരണ നമ്മളിവിടുന്ന് ഒരു 8:30 ഇവിടുന്ന് എഴുന്നള്ളിപ്പ് നമ്മൾ ഉള്ളിൽ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് 8:30 നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നേരെ ഈ വിയ്യൂര് ചെന്ന് വിയ്യൂരിൽ നിന്ന് പാട്രാക്കിൽ തിരുവമ്പാടിയുടെ മുന്നിൽ കൂടെ ചെന്ന് റൗണ്ടിലെത്തി റൗണ്ടിൽ നിന്ന് നേരെ നടുവിലാലിൻ്റെ അവിടെ ചെന്ന് നമ്മളവിടെ ഒരു ഇറക്കി പൂജയുണ്ട്. ഇറക്കി പൂജ കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് 11 ആനയായിട്ടാണ് എഴുന്നള്ളിക്കുക. അപ്പോൾ അവിടുന്ന് എഴുന്നള്ളിച്ച് 11 മണിക്ക് എഴുന്നള്ളിക്കും കൂട്ടി എഴുന്നള്ളിപ്പ്. അത് കഴിഞ്ഞ് 1 മണിക്കാണ് നമ്മുടെ മേള അവസാനിക്കുക. മേള അവസാനിച്ച് നമ്മൾ വീണ്ടും ഉള്ളിൽ കയറി തെക്കേ ഗോപുരം വഴി വീണ്ടും പുറത്തേക്ക് ഇറങ്ങി പഴയ നടക്കാവിൽ ചെന്ന് നമ്മൾ കോല ഇറക്കുകയും ചെയ്യുക. രാത്രി അവിടെ നിന്ന് നമ്മൾ ഒരു 11:30-11:45 നമ്മൾ ഒരു ആന ചെന്ന് കോലമെടുത്ത് 12 മണിക്ക് വീണ്ടും ഒരു കൂട്ടി എഴുന്നള്ളിപ്പ് 1 മണി വരെ പരിപാടി. അതാണ് പൂരത്തിൻ്റെ ചടങ്ങുകൾ വരുന്നത്. എല്ലാ ഈ 8 ഘടകക്ഷേത്രങ്ങളിൽ ഏറ്റവും അവസാനമായിട്ട് നമ്മളാണ് പൂരം അവസാനിപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടിയുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പൂരം അവസാനിപ്പിച്ച് ഞങ്ങൾ നേരെ തട്ടകത്ത് ഞങ്ങളുടെ നെയ്തലക്കാവിലേക്ക് പോരാണ് പതിവ്. പിറ്റേ ദിവസം ഇവിടെയാണ് ചടങ്ങുള്ളത്. നമുക്ക് ഇവിടെ ഒരു കൊടിക്കൽ പൂരം എന്ന് പറയുന്ന അപ്പോൾ അവിടെ ഒരു മേളം ഉണ്ട്, സാധാരണ പതിവുണ്ട് മേളം. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിലുള്ള ചടങ്ങുകൾ കഴിഞ്ഞ് വീണ്ടും നമ്മൾക്ക് ഇവിടെ ആനയുണ്ടാവും. ആന വന്ന് ഈ കൊടിമരം പിഴുത് എടുക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് ഈ പൂരത്തിൻ്റെ എല്ലാ ചടങ്ങുകളും അവസാനിക്കുകയാണ് പതിവ്. ഇവിടുത്തെ ശിവക്ഷേത്രത്തിലെ പീഠവും പ്രതിഷ്ഠയും മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വലുതാണ്. പീഠം ശ്രീകോവിലിൻ്റെ വാതിലിലൂടെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത അത്രയും വലുതാണ്. ആദ്യം പ്രതിഷ്ഠ നടത്തിയ ശേഷമായിരിക്കണം ശ്രീകോവിൽ പണിതതെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ശ്രീകോവിലിനോടനുബന്ധിച്ച് തെക്കുവശത്ത് ഉപദേവന്മാരായ ഗണപതിയെയും ശാസ്താവിനെയും പ്രത്യേക സ്ഥാനം നൽകി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നാലമ്പലത്തിനുള്ളിൽ തെക്ക് കിഴക്ക് മൂലയിലായി കൊട്ടാരത്തിൽ ഭഗവതി എന്ന ദേവിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പടിഞ്ഞാറോട്ട് ദർശനമായി ഇരിക്കുന്ന ഈ ദേവി ചെറുകുന്നിൽ അമ്മ, പള്ളിപ്പുറത്ത് ഭഗവതി എന്ന പേരിലും അറിയപ്പെടുന്നു. ഇതിനു പുറമെ നാലമ്പലത്തിനകത്ത് വലിയ ചുറ്റുമതിൽ, തിടപ്പള്ളി, മുഖമണ്ഡപം, വലിയമ്പലം, തീർത്ഥക്കിണർ എന്നിവയും കാണാം. നൈതലക്കാവിലമ്മയുടെ ശ്രീകോവിലിന് വടക്കുവശത്ത് കിഴക്കോട്ട് ദർശനമായി അന്തിമഹാകാളൻ എന്ന് വിളിക്കുന്ന
മനക്കൊടി ശാസ്താവിൻ്റെ ക്ഷേത്രമുണ്ട്. നൈതലക്കാവിലമ്മയുടെ ശ്രീകോവിലിന് തെക്കുവശത്തായി രക്ഷസിനെയും ദമ്പതി രക്ഷസിനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന് പുറത്ത് വടക്കുവശത്തായി കേളുമാന്റെ പ്രതിഷ്ഠയും കാണാം. ഇവിടെ പൂർവികമായി ശിവക്ഷേത്രമുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഇവിടുത്തെ ശിവപ്രതിഷ്ഠ രൗദ്രഭാവത്തിലാണ്. പള്ളിപ്പുറത്ത് ശിവക്ഷേത്രമെന്ന പേരിലായിരുന്നുവത്രേ പണ്ട് ഈ ശിവക്ഷേത്രം അറിയപ്പെട്ടിരുന്നത്. പൂരങ്ങളുടെ പൂരം എന്ന് വിശേഷിക്കപ്പെടുന്ന തൃശ്ശൂർ പൂരത്തിന് ആചാരങ്ങളുടെ നാന്ദി കുറിക്കുന്ന പൂരവിളംബരം എന്ന ചടങ്ങ് നടത്താനുള്ള അവകാശം നെയ്തലക്കാവ് ഭഗവതിക്കാണ്. ഈ അവകാശം തൃശ്ശൂർ പൂരം ആരംഭിച്ച കാലം തൊട്ട് തന്നെ ശക്തൻ തമ്പുരാൻ അനുവദിച്ച് തന്നിട്ടുള്ളതാണ്. കാലങ്ങളായി ആ ചടങ്ങ് വളരെ ഗംഭീരമായി നാട്ടുകാരുടെയും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും സഹായത്തോടെ വളരെ മനോഹരമായി നടത്തിപ്പോരുന്നുണ്ട്. ഈ വർഷവും നട തുറക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും സുരക്ഷിതവും സുന്ദരവുമായ ഒരു പൂരം നടത്തുന്നതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. പൂരം നട തുറക്കുന്നതിന് വേണ്ടി പുറപ്പെടുന്നതിനുള്ള ആന കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ എറണാകുളം ശിവകുമാറാണ് ഈ പ്രാവശ്യം വരുന്നത്. പൂരം എഴുന്നള്ളിച്ച് പോകുന്നതും എറണാകുളം ശിവകുമാർ തന്നെയാണ്. നെയ്തലക്കാവിലെ പ്രത്യേകത വെച്ചാൽ ഇവിടെ 2 ദേവതകൾ തുല്യ പ്രാധാന്യത്തോടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രമാണ്. ശിവനും നെയ്തലക്കാവ് ഭഗവതിയും. 2 ക്ഷേത്രങ്ങളുടെയും പ്രതിഷ്ഠാ ദിനങ്ങളും അതിനോട് ചേർന്ന് ശിവരാത്രി, നിറമാല, ലക്ഷാർച്ചന, ഇവിടുത്തെ നെയ്തലക്കാവ് അമ്മയുടെ 10ാമതേ വേല വളരെ മനോഹരമായി വളരെ ആർഭാടമായി നടത്തുന്ന ഒരു ചടങ്ങാണ് നെയ്തലക്കാവ് വേല. കൂട്ടത്തിൽ തന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു പ്രധാന ഘടകമെന്ന സ്ഥിതിക്ക് നെയ്തലക്കാവ് ഭഗവതി അതിൻ്റെ കർമ്മം നിർവഹിക്കുന്നു. പൂരം ആരംഭിക്കാനുള്ള പൂരവിളംബരം എന്ന വളരെ മഹനീയമായ ചടങ്ങ് നടത്തുന്നത് നെയ്തലക്കാവ് ഭഗവതിയാണ്. നെയ്തലക്കാവ് വേലയോടനുബന്ധിച്ച് വിഷയം 1 തൊട്ട് ഇവിടെ കളമ്പാട്ട് നടത്തും. 18ാം കളം തൊട്ട് കോമരത്തിൻ്റെ കൽപ്പനയും ധാരാളം ഭക്തജനങ്ങൾ ഒത്തുചേർന്ന ഒരു വലിയ ദൈവികമായ ഒരു ചടങ്ങ് കൂടിയാണ് ഇവിടുത്തെ കളമ്പാട്ട്. മാത്രമല്ല മകരച്ചൊവ്വ ദിവസങ്ങളിൽ ഇവിടെ 2 ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഇവിടെ അടുത്തുള്ള 2 പ്രദേശങ്ങളിൽ നിന്ന് മകരച്ചൊവ്വയുടെ ചടങ്ങായിട്ട് 2 ഭാഗങ്ങൾ വരുന്നുണ്ട്. മഹാദേവനും ഭഗവതിക്കും കൂടാതെ ക്ഷേത്രത്തിന് 4 കെട്ടിനകത്ത് ശിവനും പാർവതിയും ദുർഗയും അയ്യപ്പനും ഉണ്ട്. പുറത്ത് അന്തിമഹാകാളനും ദമ്പതി രക്ഷസും ഭഗവതിയുണ്ട്. ഇതുകൂടാതെ ഈ മതിൽക്കെട്ടിന് പുറത്ത് ഒരു പ്രതിഷ്ഠ കൂടിയുണ്ട്. കേളുമാൻ എന്ന് ഞങ്ങൾ പറയുന്ന ഒരു പ്രതിഷ്ഠ കൂടിയുണ്ട്. വളരെ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കോമരമായി ഭഗവതിക്ക് വേണ്ടി കൽപ്പന നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ് കേളുമാൻ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന വലിയ ആൽമരങ്ങളും 7 പാലയും ഈ ക്ഷേത്രത്തിന് മാറ്റുകൂട്ടുന്നു. കേരളീയ വാസ്തുശില്പകലയുടെ ചാരുതിയോടെ നിർമ്മിച്ച കൂറ്റൻ ഗോപുരങ്ങളും ഇതിലെ കൊത്തുപണികളും ഏറെ മനോഹരമാണ്. കൂടാതെ ഈ ഗോപുരത്തിൻ്റെ വാതിലുകളും കൊത്തുപണികളോടെ നിർമ്മിച്ചതാണ്. ക്ഷേത്രത്തിന് മുന്നിൽ വടക്കുവശത്തായി സുന്ദരമായ കൽപ്പടവുകൾ കെട്ടിയ ക്ഷേത്രക്കുളമുണ്ട്. മീനമാസത്തിലെ അശ്വതി നാളിൽ ശിവന്റെയും മീനമാസത്തിലെ മകീര്യം നാളിൽ ദേവിയുടെയും പ്രതിഷ്ഠാ ദിനമായി ആചരിക്കുന്നു. നവരാത്രി, തൃക്കാർത്തിക, നിറമാല, ശിവരാത്രി, കർക്കിടകത്തിൽ ലക്ഷാർച്ചന, ആനയൂട്ട് എന്നീ ആഘോഷങ്ങളും ഇവിടെ കൊണ്ടാടാറുണ്ട്. വൃശ്ചികം 1 മുതൽ 41 ദിവസം ദേവിക്ക് കളമ്പാട്ട് നടത്താറുണ്ട്. ചില വർഷങ്ങളിൽ 43 ദിവസമായി കളമ്പാട്ട് നീളാറുണ്ട്. 18ാം ദിവസം മുതൽ കോമരം തുള്ളി കൽപ്പന പറയാറുണ്ട്. 10ാമുദയം വേല കഴിഞ്ഞ് 3ാം ദിവസം നടക്കുന്ന കോഴിവെട്ടോടെ കളം സമാപിക്കും. ശിവരാത്രിക്ക് നൈതലക്കാവിലമ്മ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളാറുണ്ട്. കൊച്ചിൻ രാജകുടുംബവുമായി വളരെ അടുത്ത ബന്ധമുണ്ട് നൈതലക്കാവ് ക്ഷേത്രത്തിന്. കൊച്ചിൻ ദേവസ്വം ബോർഡ് നിലവിൽ വരുന്നതുവരെ കൊച്ചിൻ രാജകുടുംബമായിരുന്നു ക്ഷേത്രകാര്യങ്ങൾ നോക്കിയിരുന്നത്. നൈതലക്കാവ് ഭഗവതി ക്ഷേത്രം അമ്മത്തമ്പുരാട്ടി ദേവസ്വം വകുപ്പിലും ശിവക്ഷേത്രം കൊച്ചിൻ തമ്പുരാൻ ദേവസ്വം വകുപ്പിലുമായിരുന്നു. കൊച്ചിൻ മഹാരാജാവിൻ്റെ തിരുനാൾ ദിവസം നൈതലക്കാവ് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ഭക്തജനങ്ങൾക്ക് പായസ വിതരണവും നടന്നു വന്നിരുന്നു. തൃശ്ശൂർ പൂരം കാണാൻ ദേവസ്വം ഓഫീസിന് മുന്നിൽ എഴുന്നള്ളി ഇരിക്കാറുള്ള കൊച്ചിൻ രാജാക്കന്മാർ നൈതലക്കാവിലമ്മയുടെ പൂരം നിരക്കുമ്പോൾ മാത്രമേ താഴെ ഇറങ്ങി വന്ന് തൊഴാറുള്ളൂ അത്രേ. അത്ര ബഹുമാനമാണ് കൊച്ചിൻ രാജകുടുംബം നൈതലക്കാവിലമ്മയ്ക്ക് നൽകാറുള്ളത്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഇന്ന് ഈ ക്ഷേത്രം. തൃശ്ശൂർ പൂരത്തിന് 7 നാൾ മുൻപ് ക്ഷേത്രത്തിൽ കൊടിയേറും. സന്ധ്യയ്ക്ക് ദീപാരാധന കഴിഞ്ഞ് സ്ഥലശുദ്ധി വരുത്തിയ ശേഷം 6:30-നും 7-നും ഇടയിലാണ് കൊടിയേറ്റം. പൂരത്തിനായി ദേവിയുടെ നടയിൽ കൊടി കയറുമ്പോൾ അന്തിമഹാകാളൻ്റെ നടയിലും കൊടിയേറ്റം നടത്താറുണ്ട്. ഈ ക്ഷേത്രത്തിൽ മാത്രം കാണുന്ന പ്രത്യേകതയാണിത്.
കൊടിയേറിക്കഴിഞ്ഞുള്ള 7 ദിവസവും ക്ഷേത്രക്കുളത്തിൽ ആറാട്ട്, ശ്രീഭൂതബലി, നവകം, ഉച്ചപൂജ എന്നിവ പതിവുണ്ട്. എന്നാൽ ദിവസവും പറയെടുപ്പ് പതിവില്ല. കൊടിയേറി 4-ാം ദിവസം വൈകിട്ട് 4 മണിക്ക് അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രത്തിലേക്ക് ദേവി പുറപ്പെടും. അയ്യന്തോൾ ഭാഗത്തെ പറയെടുപ്പിന് ശേഷം ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങും. തൃശ്ശൂർ പൂരത്തിന് തലേ ദിവസം ഈ ദേവിക്ക് ഒരു പ്രത്യേക ചുമതല കൂടിയുണ്ട്. പൂരദിവസം ആദ്യം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ദേവഗുരുവായ കണിമംഗലം ശാസ്താവിനു വേണ്ടി തെക്കേ ഗോപുരനട തുറക്കുക എന്നതാണ് ദേവിയുടെ ചുമതല. പൂരദിവസം വടക്കുന്നാഥനിലെത്തുന്ന മിക്ക ദേവീദേവന്മാരും തെക്കേ ഗോപുരം വഴി കടക്കാറുണ്ട്. പൂരത്തലേന്ന് രാവിലെ ആറാട്ടിന് ശേഷം 8 മണിയോടെ നടപ്പാണ്ടിയുടെ അകമ്പടിയോടെ ദേവി ഒരാനപ്പുറത്ത് വടക്കുന്നാഥനിലേക്ക് പുറപ്പെടും. ആ എഴുന്നള്ളിപ്പ് മണികണ്ഠനാൽ പാണ്ടിമേളം തുടങ്ങുകയായി. 9 മണിയോടെ 100-ൽ പരം മേളകലാകാരന്മാർ തീർക്കുന്ന മേളപ്പെരുമഴിയുടെ അകമ്പടിയോടെ ദേവി പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ അകത്ത് കടന്ന് വടക്കുന്നാഥനെ വണങ്ങി തെക്കേ ഗോപുരം തുറന്നിട്ട ശേഷം ക്ഷേത്രത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. ദേശദൈവങ്ങളെയും പൂരപ്രേമികളെയും പൂരങ്ങളുടെ പൂരത്തിൻ്റെ വരവറിയിക്കുന്നതിനാണ് പൂരത്തലേന്നുള്ള നൈതലക്കാവിലമ്മയുടെ തെക്കേ ഗോപുരനട തുറക്കൽ ചടങ്ങ്. തെക്കേ ഗോപുരം തള്ളിത്തുറക്കുന്നതിന് മുമ്പേ കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, കേളി എന്നിവ പതിവുണ്ട്. തെക്കേ ഗോപുരം തുറന്നിട്ട ശേഷം നൈതലക്കാവിലമ്മ വടക്കുന്നാഥൻ്റെ ശ്രീമൂലസ്ഥാനത്ത് എത്തിയാൽ നിലപാട് തറയിൽ എഴുന്നള്ളി നിൽക്കും. അപ്പോൾ അടിയന്തിരമാരാർ 3 പ്രാവശ്യം ശംഖ് മുഴക്കും. തുടർന്ന് നിലപാട് തറ വലം വെച്ച് മടങ്ങും. ക്ഷേത്രത്തിലേക്ക് മടങ്ങും വഴി തിരുവമ്പാടി ക്ഷേത്രത്തിൽ സേവയും വിയ്യൂർ മൂത്തയിടത്ത് മനയിൽ ഇറക്കി എഴുന്നള്ളിപ്പും നടക്കും. നൈതലക്കാവ് ഭഗവതിക്ക് തെക്കേ ഗോപുരം തുറന്നിടാനും കൊച്ചിൻ രാജകുടുംബത്തിൻ്റെ പ്രത്യേക സ്ഥാനം ലഭിക്കാനുമുള്ള കാരണത്തെക്കുറിച്ച് കാണിക്കുന്ന ഐതിഹ്യം ഇങ്ങനെയാണ്. ദശാബ്ദങ്ങൾക്ക് മുമ്പ് മണ്ഡലകാലത്ത് കൊച്ചി ഭഗവതി, പഴയന്നൂർ ഭഗവതി തുടങ്ങി 5 ഭഗവതിമാർക്ക് കളം കഴിക്കാൻ കൊച്ചി രാജാവ് തീരുമാനിച്ചു. എന്നാൽ 17 ദിവസം കളമെഴുതി പാട്ട് കഴിച്ചിട്ടും പഞ്ചഭഗവതിമാരിൽ ആരും തന്നെ കളം കൊണ്ടില്ലത്രേ. അങ്ങനെ ഇരിക്കുമ്പോൾ കൊച്ചി രാജാവിൻ്റെ ഭാര്യയായ കൊറ്റൂർ നൈതലക്കാവ് തട്ടകത്തെ ദേവീഭക്തയായ നേത്യാരമ്മ രാജാവിനോട് പറഞ്ഞു, എൻ്റെ തട്ടകത്തെ ദേവിയായ നൈതലക്കാവിലമ്മയ്ക്ക് കളം കഴിച്ചാൽ നിശ്ചയമായും ദേവി കളം കൊള്ളും. ഇത് കേട്ട രാജാവ് ഒരു പരിഹാസമാർന്ന വെല്ലുവിളിയോടെ ഇങ്ങനെ പറഞ്ഞു, ശരി, നാളെ 18 നാഴിക രാച്ചെല്ലുന്നതിന് മുമ്പ് നൈതലക്കാവിലമ്മ ഇവിടെ വന്ന് കളം കൊണ്ടാൽ ഭഗവതിയെ ഞാൻ തെച്ചുമാല ചാർത്തി ആരാധിക്കും. അല്ലാത്ത പക്ഷം നേത്യാരമ്മയെ ചുട്ടുപഴുത്ത ആനച്ചങ്ങല കഴുത്തിലണിയിച്ചു കൊല്ലും. അങ്ങനെ നേത്യാരമ്മ വെല്ലുവിളി സ്വീകരിച്ചു. തുടർന്ന് നേത്യാരമ്മയെ രാജാവ് കൽത്തുറങ്കിലടച്ചു. കൂടാതെ കൊച്ചിയിലേക്കുള്ള ഗതാഗത മാർഗങ്ങൾ അടച്ചുപൂട്ടി. ഇനി എങ്ങനെ ദേവി വരുമെന്ന് ഞാനൊന്നു കാണട്ടെ എന്ന് പറഞ്ഞ് രാജാവ് അഹങ്കരിച്ചു അത്രേ. 18-ാം കളം എഴുതി പാട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അഗ്നികുണ്ഡത്തിൽ ആനച്ചങ്ങല തിളയ്ക്കുന്നു. നേത്യാരമ്മ ഭഗവതിയെ മനമുരുകി വിളിക്കുകയും ഭാര്യയെ വധിക്കേണ്ടി വരുമല്ലോ എന്ന വ്യഥയിൽ അസ്വസ്ഥനായി രാജാവ് ഉലാത്തുകയും ചെയ്യുന്നു. ഇനി ദേവി വരില്ലെന്ന് കരുതിയ രാജാവിന് തെറ്റുപറ്റി. അതാ അഷ്ടദിക്കുകളും മുഴങ്ങുമാറ് ഉച്ചത്തിലുള്ള അട്ടഹാസത്തിൽ കോവിലകം നടുങ്ങുന്നു. കാവൽ ഗോപുരത്തിൻ്റെ കവാടം ഇടിവെട്ടേറ്റ പോലെ താനെ തുറക്കുന്നു. നോക്കുമ്പോൾ അതാ ദേവി സന്നിവേശിച്ചതിൻ്റെ ലക്ഷണമായി നൈതലക്കാവിലെ കൊറ്റൂർ നടാട്ടെ കുടുംബാംഗമായ കോമരം തുള്ളിവന്ന് 18-ാം കളം സ്വീകരിച്ചു. ആ സമയം കൽത്തുറങ്കിൻ്റെ കവാടം പൊട്ടിപ്പിളർന്ന് നേത്യാരമ്മ പുറത്തു വന്നു. എന്നിട്ട് ദേവി നേത്യാരമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ച ചുട്ടുപഴുത്ത ആനച്ചങ്ങല എടുത്ത് കഴുത്തിൽ ധരിച്ചു. ആ സംഭവത്തിന് ശേഷം ലോകപ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിൻ്റെ ഉദ്ഘാടന കർമ്മമായ തെക്കേ ഗോപുരനട തുറക്കൽ ചടങ്ങും പ്രത്യേക ബഹുമാനങ്ങളും കൊച്ചി രാജാവ് നൽകാൻ തുടങ്ങിയതത്രേ. അന്ന് നൈതലക്കാവിലെ കോമരം കുറ്റൂർ മുതൽ തൃപ്പൂണിത്തുറ വരെ സഞ്ചരിക്കാൻ തോണിയായി ഉപയോഗിച്ച കൊട്ടപ്പലകയും കയ്യേരിയും തൃപ്പൂണിത്തുറ കോവിലകത്ത് ഇന്നും സ്വർണ്ണരൂപത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് നെയ്തലക്കാവ് ക്ഷേത്രം. കൊടിയേറ്റം ദിവസമായ വൈകിട്ട് വാരാണസിക്ക് ശേഷം ശുദ്ധി, അതിനുശേഷം കൊടിയേറ്റം. ഇത് കഴിഞ്ഞാൽ പിന്നെ ആറാട്ടിന് എഴുന്നള്ളിക്കും. അവിടെ കുളത്തിൽ ആറാട്ട് കഴിഞ്ഞ് വന്ന് നവകം, പിന്നെ ശ്രീഭൂതബലിയാണ് ഉള്ളത്. പിന്നെ ദിവസം എല്ലാ കാലത്ത് ഇതുവഴി തന്നെ കാലത്ത് ആറാട്ടും ശ്രീഭൂതബലി അങ്ങനെ എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ തലേ ദിവസം തെക്കേ ഗോപുര നട തുറക്കാൻ വേണ്ടിയിട്ട് കാലത്ത് 8 മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങും. പിന്നെ അതുപോലെ തന്നെ പൂരത്തിൻ്റെ അന്നും 8 മണിയാകുമ്പോൾ ശ്രീഭൂതബലിക്ക് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുന്നതാണ് പ്രധാന ചടങ്ങുകൾ. പിന്നെ വൃശ്ചിക മാസത്തിൽ 1-ാം തീയതി മുതൽ കളയത്തുപാട്ട് തുടങ്ങും. അതിന് 18-ാമത്തെ ദിവസം തൊട്ട് ആണ് തുള്ളലുള്ളത്. അങ്ങനെ ധനു 10 വേലായിട്ട് ഇവിടെ ആചരിക്കുന്നു. കുംഭമാസത്തിൽ ശിവരാത്രി ഉണ്ട്. ശിവൻ്റെ പ്രധാന ഇതാണ് കുംഭമാസത്തിൽ. മീനത്തിൽ അശ്വതി നാൾ ശിവൻ്റെ പ്രതിഷ്ഠാനം, മകീരത്തിന് ഭഗവതിയുടെ പ്രതിഷ്ഠാനം ആയിട്ട് ആചരിക്കുന്നുണ്ട്. പിന്നെ കർക്കിടക മാസത്തിൽ ലാസ്റ്റത്തെ വെള്ളി, ശനി, ഞായർ 3 ദിവസമായിട്ട് ലക്ഷാർച്ചന. അതൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള വിശേഷ ദിവസങ്ങൾ. പൂര ദിവസം രാവിലെ ശുദ്ധികലശം, ആറാട്ട് എന്നിവയ്ക്ക് ശേഷം 8:30 നാദസ്വരത്തിന്റെ അകമ്പടിയോടെ ദേവി വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. പോകുന്ന വഴികളിലെല്ലാം നിറപറകൾ വെച്ചും നിലവിളക്കുകൾ കത്തിച്ചുവെച്ചും ഭക്തർ ദേവിയെ സ്വീകരിക്കാറുണ്ട്. എഴുന്നള്ളിപ്പ് നടുവിലാലിലെത്തിയാൽ ഗണപതി ആൽത്തറയിൽ ഇറക്കി വയ്ക്കും. അയ്യന്തോൾ പൂരം അവസാനിക്കുന്നതോടെ രാവിലെ 11 മണിക്ക് പാണ്ടിമേളത്തിന്റെയും 11 ആനകളുടെയും അകമ്പടിയോടെ നൈതലക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് ആരംഭിക്കും. ചില വർഷങ്ങളിൽ 9 ആനകളായി ചുരുങ്ങാറുണ്ട്. മേളം 1 മണിയോടെ ശ്രീമൂലസ്ഥാനത്ത് കൊട്ടിക്കലാശിച്ച ശേഷം പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ അകത്തേക്ക് പ്രവേശിച്ച് വടക്കുംനാഥനെ വണങ്ങി തെക്കേ ഗോപുരം വഴി പുറത്തിറങ്ങും. തുടർന്ന് സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങി കിഴക്കോട്ട് അഭിമുഖമായി നിൽക്കും. പിന്നെ കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, കേളി എന്നിവ നടക്കും. രാത്രിയിലെ പൂരം തുടങ്ങുന്നതുവരെ ദേവി പഴയ നടക്കാവിലുള്ള കാർത്തിയായനി ക്ഷേത്രത്തിലാണ് വിശ്രമിക്കുക. അവിടെ സന്ധ്യയ്ക്ക് ദീപാരാധന നടക്കും. രാത്രിയിലും രാവിലത്തേതുപോലുള്ള പൂരച്ചടങ്ങുകൾ നടത്തി ശ്രീമൂലസ്ഥാനത്തെ നിലപാട് തറയിൽ കയറി നിന്ന് ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങും. ഉത്തരം വിളക്കോടുകൂടിയാണ് നൈതലക്കാവിലമ്മയുടെ പൂരാഘോഷങ്ങൾ സമാപിക്കുക. ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രക്കുളത്തിൽ ആറാട്ടും ഒരാനപ്പുറത്തുള്ള കൊടിക്കൽ പൂരവും നടക്കും. തുടർന്ന് ഭഗവതി ക്ഷേത്രത്തിന് ചുറ്റും ആനപ്പുറത്ത് 7 ഓട്ടപ്രദക്ഷിണം നടക്കും. ദേവിയെ ശ്രീകോവിലിലേക്ക് എഴുന്നള്ളിച്ച ശേഷം ആന ഭഗവതിയുടെ മുന്നിലെ കൊടിമരവും തുടർന്ന് അന്തിമഹാകാളൻകാവിന് മുന്നിലെ കൊടിമരവും ഇളക്കുന്നതോടെ ഒരു വർഷത്തെ പൂരച്ചടങ്ങുകൾക്ക് സമാപനമാകും. പുരാതനവും പ്രസിദ്ധവുമായ ക്ഷേത്രമാണ് നൈതലക്കാവ് ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന മൂർത്തി ശിവനാണെങ്കിലും പൂരത്തിലെ പങ്കാളിയായ നൈതലക്കാവ് ഭഗവതിക്കും ഇവിടെ തുല്യ പ്രാധാന്യമാണ് നൽകി വരുന്നത്. കൊച്ചി രാജകുടുംബത്തിന് ഒരു പ്രത്യേക ബഹുമാനം തന്നെ നൈതലക്കാവിലമ്മയോട് ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഇതിനൊരു തെളിവാണ് തൃശ്ശൂർ പൂരം കാണാൻ നേരിട്ട് എഴുന്നള്ളിയിരുന്ന കൊച്ചിൻ രാജകുടുംബം നൈതലക്കാവിലമ്മയുടെ പൂരം എഴുന്നള്ളുമ്പോൾ മാത്രമേ താഴെ വന്ന് തൊഴാറുള്ളൂ എന്ന് പറയപ്പെടുന്നു. അതോടൊപ്പം തന്നെ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന് വിളംബരം കുറിക്കുന്ന ചടങ്ങ് നൈതലക്കാവിലമ്മയെ ഏൽപ്പിക്കാൻ കൊച്ചിൻ രാജകുടുംബത്തിന് നൈതലക്കാവിലമ്മയോടുണ്ടായിരുന്ന ഈ ബഹുമാനമാണ് കാരണമായതെന്നും പറയപ്പെടുന്നു. ഇതോടെ തൃശ്ശൂർ പൂരം ക്ഷേത്രങ്ങളിലൂടെ എന്ന പരിപാടിക്ക് ഇവിടെ സമാപനമാകുന്നു. നന്ദി, നമസ്കാരം. തൃശൂർ പൂരം ക്ഷേത്രങ്ങളിലൂടെ നിങ്ങൾക്കായി സമർപ്പിച്ചത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോ സ്പോൺസേർഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ്, തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും.